ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈസി മോർണിംഗ് ആൻഡ് നൈറ്റ് റൊട്ടീൻ ഫോർ ഗ്ലോയിങ് സ്കിൻ ആണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ പലരും സ്കിൻ കെയർ ചെയ്യാൻ മടിയുള്ളവരാണ് അല്ലേ? അപ്പോൾ ഈ സ്കിൻ കെയർ ചെയ്യാൻ മടിയുള്ളതിന് പുറമെ നമുക്ക് കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവരുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈസി മോർണിംഗ് ആൻഡ് നൈറ്റ് റൊട്ടീൻ ഫോർ ഗ്ലോയിങ് സ്കിൻ ആണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പം നമ്മളിൽ പലരും സ്കിൻ കെയർ ചെയ്യാൻ മടിയുള്ളവരാണ്. എല്ലാവരും പറയും, ചേച്ചി എനിക്ക് രാവിലെ ഭയങ്കര ബിസിയാണ്, വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാൻ, അപ്പോൾ പിന്നെ നമുക്ക് സമയം കിട്ടത്തില്ല. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ജോലിയൊന്നും ഇല്ലാത്തൊരു ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന പലരും ഉണ്ട്. പക്ഷേ നമ്മുടെ ജോലി തിരക്കിനിടയിലും നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോയി സ്കിന്ന് കിട്ടും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യാനും പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റി ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നത് നേരത്തെ വരുന്നതിനെ ജസ്റ്റ് ഒന്ന് തടഞ്ഞ് നമുക്ക് പതിയെ വരാനുള്ള ചാൻസ് ഒക്കെ നമുക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മടിച്ചിരിക്കുന്നവരും ഇതിനെക്കുറിച്ച് അറിയാത്തവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു അൽഗോരിതം തന്നെ നമ്മൾ റെഡി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ സ്കിൻ കെയറിൽ നമ്മൾ ഫസ്റ്റ് വൺ ചെയ്യേണ്ടത് ഫേസ് വാഷാണ്. നല്ലൊരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ട് മോർണിംഗ് ടൈമിൽ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സൺസ്ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ സ്കിന്നിൽ നമുക്കൊരു ഹൈഡ്രേഷൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ നമുക്ക് ക്രീം രൂപത്തിലും സിറം രൂപത്തിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്രീം രൂപത്തിലുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സിറം രൂപത്തിലോ അതല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ സ്കിന്നിന് മാച്ച് ആവുന്ന ലെവലിലുള്ള മോയ്സ്ചറൈസർ വേണം നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ക്രീം രൂപത്തിലും സിറം രൂപത്തിലും കിട്ടുന്നതിൽ നമുക്ക് ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമുക്ക് ലഭ്യമാണ്. അതല്ലെങ്കിൽ സിറം രൂപത്തിലും നമുക്ക് കിട്ടും. അതല്ല ഇനിയിപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വേണം നമ്മൾ വാങ്ങി അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഒരു ഓയിലി സ്കിന്നിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്കിന്നിന് മാച്ച് ആവുന്ന ലെവലിലുള്ള മോയ്സ്ചറൈസർ വേണം നമ്മൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് സൺസ്ക്രീമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സൺസ്ക്രീമും അതുപോലെ തന്നെയാണ് ക്രീം ബേസ്ഡിലും അതുപോലെ തന്നെ ജെൽ ബേസ്ഡിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് സൺസ്ക്രീം കിട്ടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഓയിലി സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രീമി ജെല്ലായിട്ടുള്ള നമുക്ക് സൺസ്ക്രീം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സൺസ്ക്രീം വേണം നമ്മൾ വാങ്ങിച്ച് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിന്നിനാണെന്നുണ്ടെങ്കിൽ ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീം നമുക്ക് ലഭ്യമാണ്. അങ്ങനെയുള്ള സൺസ്ക്രീം വേണം നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട്. ഫേസ് വാഷ് ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക, അത് കഴിഞ്ഞ് സൺസ്ക്രീം. ഇത്രയാണ് നമ്മളൊരു ബേസായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് സിറം എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം സിറം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ സൺസ്ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് മോർണിംഗ് കെയറിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് തന്നെ നൈറ്റ് കെയർ ആണ്. നൈറ്റ് കെയറിൽ നമ്മൾ ഫസ്റ്റ് വൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഫേസ് വാഷ് തന്നെയാണ്. നൈറ്റ് കെയറിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഒരു ഡീപ്പ് ക്ലെൻസിങ് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. കാരണം നമ്മൾ നന്നായിട്ട് മേക്കപ്പും കാര്യങ്ങളും ചെയ്യുകയും അതുപോലെ തന്നെ പുറത്തൊക്കെ പോയിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിലുണ്ടാകും. അതുകൊണ്ട് നല്ലൊരു ഡീപ്പ് ക്ലെൻസിങ് ഫേസ് വാഷ് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ നൈറ്റ് കെയറിലും നല്ലൊരു ഫേസ് വാഷ് വാങ്ങിച്ച് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നല്ലൊരു മോയ്സ്ചറൈസർ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നത് തന്നെയാണ്. നമ്മൾ മോർണിംഗിൽ വാങ്ങിച്ച നമുക്ക് മോയ്സ്ചറൈസർ തന്നെ നമുക്ക് നൈറ്റും നമുക്ക് യൂസ് ചെയ്യാം. തേർഡ് വൺ എന്ന് പറയുന്നത് നൈറ്റ് ക്രീമാണ്. നൈറ്റ് ക്രീം എന്ന് പറയുമ്പോൾ 2 ഡിഫറെൻറ്റ് ക്രീംസ് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഫോർ യൂസ് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ക്രീം വാങ്ങുക, എന്നിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു ക്രീം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 20 to 30 വരെയുള്ള ഒരു ഏജുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ സി പ്ലസ് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ക്രീമാണ് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് ഒരു ദിവസം വൈറ്റമിൻ സി ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ക്രീം ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 30 to 40s എബോവ് ഏജ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ റെറ്റിനോൾ പ്ലസ് പെപ്റ്റൈഡിൻ്റെ സിറം അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വൈറ്റമിൻ സി പ്ലസ് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ക്രീമും ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മോർണിംഗ് കെയറും നൈറ്റ് കെയറും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി പറയാം, മോർണിംഗിൽ നമ്മൾ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീം, ഇതാണ്. നൈറ്റ് കെയറിൽ വരുമ്പോഴത്തേക്കും ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, നല്ലൊരു നൈറ്റ് ക്രീം. ആ നൈറ്റ് ക്രീം നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ട നൈറ്റ് ക്രീമുകളാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. മോർണിംഗും നൈറ്റും ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി ചെയ്യാൻ മടിയുള്ളവർ ഒരിക്കലും മടി പിടിച്ചിരിക്കാതെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും, സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് എന്താണെന്ന് പറയുക. അപ്പോൾ ചെയ്യാത്തവരാണ്, മടി പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മടിയെല്ലാം കളഞ്ഞിട്ട് ഗ്യാരണ്ടി ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോഴേക്കും ഓക്കെ, ബൈ, സീ യു.